മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 21ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റോണ്ട ബൈ മാജിക് എന്ന ബുക്കിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മളെ ലൈഫിനെ മാറ്റിമറിക്കുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എല്ലാത്തിന്റെയും ബേസ് എന്താണ്? നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്, നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പേ താങ്ക് യു എന്നുള്ള വാക്ക് പ്രകടിപ്പിക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുമ്പോൾ എത്രത്തോളം കൊടുക്കുന്നോ അതിന്റെ ഇരട്ടി നമ്മളിലേക്ക് വരും എന്നുള്ളതല്ലേ. നമ്മൾ കുറച്ച് കൊടുത്താൽ കുറച്ച് വരും, കൂടുതൽ കൊടുത്താൽ കൂടുതൽ വരും. ഇന്നലത്തെ എന്തായിരുന്നു? ഹാർട്ട് മാജിക് അല്ലായിരുന്നു? ഹൃദയം തൊട്ടുകൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞു അല്ലെ, മനസ്സറിഞ്ഞ് കണ്ണ് നിറച്ച് നിങ്ങൾ പറഞ്ഞില്ലേ നന്ദി. അപ്പൊ നമുക്ക് ലഭിച്ച ഒരു അനുഭൂതി നമ്മളെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിക്കുന്ന അതിന്റെ ഇരട്ടി ലഭിക്കും എന്നല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാവുന്നോ അതിൽ ഇരട്ടി ലഭിക്കും എന്നുള്ളതാണ്. ഇന്ന് എന്താന്ന് വെച്ചാല് നമുക്ക് പലതരത്തിൽ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും അതിഗംഭീരമായ റിസൾട്ടിലേക്ക്, ഗുണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇന്നുള്ളത്. മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസ്. ഓക്കെ, അതിഗംഭീര ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ, അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, എഴുന്നേറ്റ് ഉടനെ തുടങ്ങി എല്ലാ കാര്യത്തിലും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ഓരോ മൊമെന്റ്സിലും ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ തുടങ്ങി എല്ലാ കാര്യത്തിനും നമ്മൾ താങ്ക് യു പറയുന്നുണ്ട് അല്ലെ. നിങ്ങൾ ആലോചിക്കുക, ഈ ഭൂമിക്ക് എന്തുണ്ട്? ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്. എന്ത് ഭൂമിന്റെ ആ സെൻട്രൽ പോയിന്റിലേക്ക് അത് ഭൂമി അതിനെ ആകർഷിക്കുന്നത് കൊണ്ടാണ് തേങ്ങ താഴോട്ട് വീങ്ങുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യവും ഭൂമി അതിന്റെ ഗുരുത്വാകർഷണ ബലം, ആ ഒരു ഗ്രാവിറ്റിയിലേക്ക് അത് ആകർഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രപഞ്ചത്തിൽ ഈ ഒരു പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു സന്തുലിതാവസ്ഥയിൽ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നടന്നു പോകുന്നു. പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളും അതിമനോഹരമായിട്ട് ഒരു അരി പോലും ശങ്കയില്ലാതെ കൃത്യമായിട്ട് അത് നടന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കുന്ന, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ശങ്കയാണ്, ഇമോഷണൽ, നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പേടിയോ ഒരു ഭയമോ അല്ലെങ്കിൽ നടക്കൂലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ നെഗറ്റീവായിട്ടാണ്, ഓ ഇന്ന് ബസ് മിസ്സായി, ട്രെയിൻ മിസ്സായി, എനിക്ക് ചീത്ത കേൾക്കും, ഞാൻ ഓഫീസിൽ എത്താൻ ലേറ്റ് ആവും, ഓ എന്റെ ഇന്നത്തെ ദിവസത്തിൽ എല്ലാ ടൈമും തെറ്റി, ഭയങ്കര പ്രശ്നമാവുമല്ലോ, ബസ് കിട്ടൂലേ എന്നുള്ള ടെൻഷനിലാണ് നമ്മൾ പോവാ. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. ഏതൊരു കാര്യം പറ്റുമോ, കിട്ടൂല, ചെയ്യോ, നടക്കുവോ എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ പോകുമ്പോൾ അതുപോലെ നടക്കും, കിട്ടില്ല. ഒരു മാതാവ് ചിന്തിക്കും, എൻ്റെ മകന് ലേറ്റ് ആയിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയതായിരിക്കും, അവിടെ പോയതായിരിക്കും, ഇവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ വിചാരിക്കുന്നത്, അപ്പൊ അവന്റെ ഫാദർ വരുമ്പോ എന്നെയാണല്ലോ വഴക്ക് വരെ, അല്ലെങ്കിൽ അവരെന്ത് പറയും, ഇവര് വരും, കുട്ടികൾ വന്നില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ എന്ന് കുട്ടികളെ കുറിച്ചുള്ള ഭയങ്കര ശങ്കയാണ് മാതാപിതാക്കൾക്ക്. അവരങ്ങനെ ചെയ്യോ, അല്ലെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ എന്റെ മകനും അങ്ങനെ ആവോ, എന്റെ മകനും അങ്ങനെ ആകുമോ എന്നുള്ള ചിന്തയാണ് ഓരോ മാതാവിനും. ഞാൻ ഈ പ്രാക്ടീസ് വായിക്കുമ്പോൾ മൊത്തം എനിക്ക് എന്റെ മദറിനെ ഓർമ്മ വന്നത് ഫുള്ള്. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതേ നമുക്ക് നമ്മളെ മക്കളിൽ നിന്ന് കിട്ടുള്ളൂ. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മളെ മക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ നന്മ നമ്മളെ മക്കളിലേക്ക് നൽകുകയാണെങ്കിലോ, ഓ എന്റെ മകൻ നല്ല സ്വഭാവമാണ്, അവൻ പുറത്തു പോകുമ്പോൾ എല്ലാവരോടും നല്ലോണമാണ് ബിഹേവ് ചെയ്യുന്നത്, അവൻ എല്ലാ കാര്യങ്ങളിലും നല്ല പുഞ്ചിരിയോട് കൂടിയാണ് അതിനെ സ്വീകരിക്കുന്നത്, അവൻ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, അവനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള പാരൻസിന് ഒരു വിശ്വാസം വേണ്ടേ കുട്ടികൾക്ക്. അപ്പൊ അതുപോലെ ആയിരിക്കും കുട്ടികൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. എൻ്റെ കുട്ടി എപ്പോഴും എന്നോട് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് കുട്ടികളെ തിരിച്ച് അങ്ങനെയാണ് ലഭിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, ഓ നേരത്തെ ഓഫീസ് സ്റ്റാഫിൽ ബോസ് വിളിക്കുക, അല്ലെങ്കിൽ മാനേജർ എന്തോ കാര്യത്തിന് ക്യാബിനിലേക്ക് വരാൻ പറയുമ്പോൾ നിങ്ങൾ, ഓ എന്തിനാണോ ഇന്ന് വിളിക്കുന്നത്, എന്നെ ചീത്ത പറയാനാണോ, അല്ലെങ്കിൽ പുതിയ പണി തരാനാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പണിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാണ് പോകുന്നത്.
എന്തായിരിക്കും ഉള്ളിലൊരു പേടിയാണ്. അതേസമയം മാനേജർ ഞാൻ നേരത്തെ വന്നപ്പോ എന്തോ ഒരു കാര്യത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യാൻ എന്നെ വിളിക്കുന്നത്, അല്ലെ ഇന്നലത്തെ വർക്ക് എന്ന് നല്ലോണം പെർഫോം ചെയ്തുകൊണ്ട് നല്ലൊരു വർക്ക് തരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുഡ് ന്യൂസ് പറയാനാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾ പോയി നോക്കിക്കേ. അപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ മാജിക് സംഭവിക്കുന്നത്. ഇതാണ് ഇന്നത്തെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഫ്ലൈറ്റ്, എയറോപ്ലെയിൻ നമ്മള് മുകളിലൂടെ പോകുമ്പോൾ ആ ക്യാപ്റ്റന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിപ്പോ താഴെ വീടൂ, ഇപ്പൊ വെക്കും എന്ന് വിചാരിച്ച് വിറപ്പിച്ചല്ലല്ലോ ഫ്ലൈറ്റ് പോകുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ ആ റൺവേ കൂടെ കടന്ന് പിന്നെന്താണ് ഫ്ലൈ ചെയ്ത് അതിന്റെ ലാൻഡിങ്ങും ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അത് ആ ഒരു ഗുരുത്വാകർഷണ ബലം ഉണ്ടെന്ന് വിചാരിച്ചാൽ താഴോട്ട് പോയിരുന്നുണ്ടോ? ഇല്ല. അത് അതിൻ്റെതായ രീതിയിൽ അത് ഫ്ലൈ ചെയ്ത് അതിന്റെ സ്ഥാനത്ത് എത്തുന്നുണ്ട്. അതുപോലെ അതൊരു ഡൗട്ടും ഇല്ലാതെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് പോലെ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ ആകർഷിക്കുന്നത് എന്താണ്, നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മളെ ലൈഫിൽ നടക്കുന്നത്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ, നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ, നമ്മൾ എന്ത് വിഷ്വലൈസ് ചെയ്യുന്നോ, നമ്മൾ എന്ത് ഇമേജ് ആണോ കൊടുക്കുന്നത്, അതാണ് റിയാലിറ്റി ആയി മാറുന്നത്. ഇവിടെയാണ് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അനവധി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ തേടി നടക്കുന്നവരാണ്. പലതരം ഓപ്പർച്യൂണിറ്റി നമ്മളെ മുമ്പിലുണ്ട്. നമ്മൾ തുറന്നു പറയുന്ന സംസാരങ്ങൾ, പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ, ആ പ്രശ്ന പരിഹാരം, നേരത്തെ ആ പ്രശ്നത്തിന് ഒരു എന്താണ് ചർച്ചയ്ക്കൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചർച്ചയിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, അപ്പൊ അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നത് ഈ മറുപടി പറയുന്നു, അത് നല്ല ഭംഗിയായിട്ട് അവസാനിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ അത് ഭംഗിയായിട്ട് നടക്കും. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പണമിടപാടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് തീരുമാനിച്ച സമയം ചോദിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് അതിന് നന്ദി പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ നടക്കും. ഇനി എന്തെങ്കിലും ഒരു ഡീലിങ്ങിന് പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ അതുപോലെ വിഷ്വലൈസ് ചെയ്ത് പോകുമ്പോൾ അത് നടക്കും എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ലൈഫിൽ എന്താണ് അപ്ലൈ ചെയ്ത് കിട്ടിയ കാര്യമാണ്. എന്നിട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഡൗട്ടാണ്, സംശയമാണ്, നടക്കൂലേ, എങ്ങനെയാണ്, അങ്ങനെ പ്രതീക്ഷിച്ചാൽ അങ്ങനെ കിട്ടുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണോ എന്നുള്ള ഈ ഡൗട്ട്, ശങ്കയാണ് പ്രശ്നം. അതിന് പകരം എനിക്കത് ലഭിക്കും, എൻ്റെ അത് റിയാലിറ്റി ആയി കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു പറയുമ്പോൾ അത് റിയാലിറ്റി ആയി മാറുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടറിനെ വിശ്വസിച്ച് ആ ഡോക്ടർ തരുന്ന മെഡിസിൻ എനിക്ക് ഓക്കെ. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഒരു കുട്ടി പിന്നെ ചെസ്റ്റിന് നല്ല പെയിൻ ആണ്, ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ട്, ഡോക്ടർ എന്താ പറയാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പഠിച്ചതാണല്ലോ. അപ്പൊ എന്താ പറയേണ്ടത്, ഡോക്ടർ എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ഒരു സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് ഒരു എന്താണ് ആരോഗ്യവതിയാണ്, ഞാൻ നേരത്തെ നല്ല ആരോഗ്യവതി ആയതിന് താങ്ക് യു, നല്ല ആരോഗ്യവതി ആണെന്നുള്ള റിസൾട്ട് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതിന് താങ്ക് യു, എനിക്കൊരു കുഴപ്പവും ഇല്ലാന്ന് അറിഞ്ഞതിന് താങ്ക് യു, ഐ ആം ഹെൽത്തി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടിയല്ലേ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്. അപ്പോഴല്ല അതുപോലെ സംഭവിക്കുന്നത്. ഏതൊരു രോഗമായിക്കോട്ടെ, ഏതൊരു ഡോക്ടറെ നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് റിയാലിറ്റി ആവേണ്ടത് എങ്ങനെയാണോ അതുപോലെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോയാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരാളെ ആഗ്രഹിച്ച ഒരു മീറ്റിങ്ങിൽ ആഗ്രഹിച്ചു, ഇന്ന വ്യക്തിയായിട്ട് എനിക്കൊന്ന് മീറ്റ് ചെയ്യണം, ഇന്ന വ്യക്തി, ഞാൻ ചെയ്ത കാര്യം കേട്ടോ, ഇന്ന വ്യക്തിയായിട്ട് എനിക്കൊന്ന് മീറ്റ് ചെയ്യണം, അവരോടൊന്ന് സംസാരിക്കണം, ഇവരൊക്കെ എങ്ങനെയാ കിട്ടുക, ഇത്രയും വലിയ ആളല്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ അവരെ മീറ്റ് ചെയ്യണം, അവരെ കാണുമ്പോൾ എനിക്ക് മീറ്റ് ചെയ്യണം, എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ മീറ്റ് ചെയ്യാൻ സാധിച്ചതിന് താങ്ക് യു എന്നൊക്കെ ഞാൻ അപ്പോൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് അപ്ലൈ ചെയ്തു. ഒരു വലിയൊരു എക്സ്പോ സെന്ററിന്റെ എടുത്താട്ടോ. അപ്പൊ ഞാന് നല്ല ഫേമസ് ഒരാളാട്ടോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ കത്തി നിൽക്കുന്ന ഭയങ്കര ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് പോയി മീറ്റ് ചെയ്തപ്പോ ഹൈ സാർ എന്നൊക്കെ വിളിച്ചെന്ന് ചെന്ന സമയത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ പിന്നെ സംസാരിച്ച് ഓക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ ആ വ്യക്തി തിരിച്ച് പിന്നെ ഒന്നും കൂടെ അതിൽ പോയ സമയത്ത് എന്നോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഒന്നും കൂടെ സംസാരിക്കും വന്ന് കുറെ ഡീറ്റെയിൽ ആയിട്ട് കുറെ സമയം ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ആ വ്യക്തിയിൽ നിന്ന് എന്ത്
കിട്ടണം എന്ന് ആഗ്രഹിച്ചോ ആ ഒരു ഇൻസൈറ്റ് എനിക്ക് കിട്ടുമോ, പിന്നെ ആ ഒരു ഇന്ററാക്ഷൻ എനിക്ക് ഭയങ്കര പവർഫുൾ ആയിരുന്നു കേട്ടോ. ഞാനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എന്നെ കടത്താൻ പറ്റിയ അത്രക്കൊരു ടൂളായിരുന്നു ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് ലഭിക്കാനുണ്ടായിരുന്നതും ലഭിച്ചതും. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. താങ്ക് യു ഞാൻ അന്ന് ഓർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് അത് മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എനിക്ക് അതിനുശേഷം വീണ്ടും ഞാൻ കണ്ടുട്ടോ ആ വ്യക്തിനെ. പക്ഷെ ആ ഒരു കണക്ഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയി. ഞാൻ കിട്ടും എന്ന് വിചാരിച്ച അപ്പൊ തന്നെ ഞാൻ താങ്ക് യു പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും എനിക്ക് കിട്ടിയതും. ഞാൻ ഫസ്റ്റ് സൈറ്റിൽ ഞാൻ കണ്ടതിന് താങ്ക് യു പറഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് കണ്ട് എന്നോട് കുറെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പൊ ഭയങ്കര നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതിൽ ചിലപ്പോൾ ചെറിയ കാര്യം, ചിലപ്പോൾ ഒരു മൊട്ടുസൂചിന്റെ അത്രേ ഉണ്ടാവുള്ളൂ, എന്നാലും അത് നമ്മൾ ആഗ്രഹമാണ്. അത് നമുക്ക് കിട്ടാതെ ദൂരെ കിടക്കുന്ന സാധനം നമ്മളിലേക്ക് കുമ്പിളിലേക്ക് എത്തിക്കാനുള്ള മാർഗം നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞിട്ട് നമ്മൾ പ്രയോഗിക്കാത്ത നമ്മളല്ലേ മണ്ടന്മാർ? ശരിക്കല്ലേ? അപ്പൊ നമ്മൾക്ക് ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യല് മനസ്സിലാക്കി അതിനെ പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്കൂളിലേക്ക് കുട്ടികളെ മീറ്റിങ്ങിനൊക്കെ പാരന്റ്സിനെ വിളിക്കുന്ന സമയത്ത് എന്താണോ ഇവനെ കുറിച്ച് ഇനി പറയാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എന്റെ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടെന്നോ അല്ലെ അവന്റെ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ അവൻ പുറത്തെടുത്തത് അവന്റെ ആ സ്കില്ല് വളർത്തിയതിന് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ളത് കാര്യങ്ങളെയാണ് വിളിക്കുന്നത് എന്നുള്ള ഒരു നല്ലൊരു പര്യവസാനം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ആ മീറ്റിങ്ങിന് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണോ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ അതിന്റെ ഒരു ഔട്ട്കം അതിന്റെ ഒരു റിസൾട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് എല്ലാത്തിനോടും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. ഈ പ്രപഞ്ചം യഥാസമയം എല്ലാ കാര്യങ്ങളും നടക്കുന്നതിൽ ഒരു പ്രതീക്ഷയ്ക്കും കുറയ്ക്കാതെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും അതിൻ്റെതായ സമയത്ത് അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നല്ല ഭംഗിയോടുകൂടി നിറവേറ്റാൻ നമുക്ക് സാധിക്കും. അതിന് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം റിസൾട്ട് കിട്ടേണ്ട ഒരു 3 കാര്യം എടുക്കുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടേണ്ട അല്ലെ ദിവസത്തിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ ഡേ തുടങ്ങി കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടേണ്ട ഒരു 3 സാഹചര്യങ്ങളോ 3 കാര്യങ്ങളോ എടുക്കുക. എന്നിട്ട് ആ 3 കാര്യങ്ങളും ഒന്ന് എഴുതി വെക്കുക. 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഓരോന്നും സംഭവിച്ചതിന് ശേഷം നിങ്ങൾ ആ ഓരോ കാര്യം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് എഴുതുക. അപ്പോൾ താങ്ക് യു, ഇന്ന കാര്യം നല്ല ഭംഗിയായിട്ട് സംഭവിച്ചതിന് താങ്ക് യു. 3 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഓരോ കാര്യം എടുക്കുക, താങ്ക് യു എന്ന് എഴുതിയിട്ട് ആ ഒരു ഒന്നാമത്തെ കാര്യം എടുക്കുക, ഇന്ന കാര്യം നല്ല ഭംഗിയായിട്ട് പര്യവസാനിച്ചതിന് എനിക്ക് നന്നായിട്ട് കിട്ടി ആ ഒരു ഫീലിങ്ങും ഇമേജും കൊടുത്തിട്ട് താങ്ക് യു പറയാം. അങ്ങനെ 3 കാര്യങ്ങൾ എഴുതുക. 3 കാര്യങ്ങളും എന്ത് ചെയ്യുക നല്ല ഭംഗിയായിട്ട് നടന്നതിന് താങ്ക് യു എന്ന് പറയാം. ഈ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന എല്ലാ ഗുണഫലങ്ങളും വേണ്ടതായ 3 പ്രതീക്ഷിത സംഭവങ്ങളായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഓരോ തവണയും കണ്ണുകൾ അടച്ച് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു മഹത്തായ ഗുണഫലത്തിന് നന്ദി, എന്നിട്ട് ഹൃദയത്തിൽ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പറയാം ഇങ്ങനൊരു മഹത്തായ കാര്യം എന്നിലേക്ക് താങ്ക് യു. എന്ത് കാര്യമാണെന്ന് പറയാം, ഈ ഒരു മഹത്തായ ഗുണഫലത്തിന് നന്ദി. ഓക്കെ, ഈ ഒരു മഹത്തായ ഗുണഫലത്തിന് നന്ദി. താങ്ക് യു ഫോർ മാഗ്നിഫിഷ്യന്റ് ഔട്ട്കംസ്. ഓക്കെ, അപ്പോൾ ആ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് എന്നുള്ളത് അതും കൂടെ ഇപ്പോൾ എന്തിനാന്നുള്ളതും കൂടെ നിങ്ങൾ എഴുതുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ്. ഇന്നത്തെ ഡേന്റെ പ്രാക്ടീസ് ഞാൻ ആദ്യം മുതൽ എന്ന് പറയാം. നമ്മൾ രാവിലെ എഴുന്നേറ്റു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഓരോ ഗ്രാറ്റിറ്റ്യൂഡും വായിച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞ് അത് കഴിഞ്ഞ് ഇന്നത്തെ സംഭവിക്കുന്ന ഏതെങ്കിലും 3 സാഹചര്യങ്ങളോ കാര്യങ്ങളോ എടുക്കുക. ഓരോന്നും എടുത്തിട്ട് അതിന് താങ്ക് യു, ഇന്ന കാര്യത്തിന് ഈ ഒരു മഹത്തായ കാര്യം എൻ്റെ ജീവിതത്തിൽ അതിഗംഭീരമായി നടന്നതിന് താങ്ക് യു. ഓരോന്നിനും താങ്ക് യു പറയാം. ഓരോന്നും എടുത്ത് നല്ല ഭംഗിയായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഇമോഷനും കൂട്ടിയിട്ട് താങ്ക് യു എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് നല്ല ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യുക. നല്ലൊരു റിസൾട്ട് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.